ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാവിലെ കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ സർവകൃപാലുമായി ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യാണ്. എന്താണ് ഇരുട്ടെന്ന് നമ്മൾ പറയുമ്പോൾ പല രീതിയിലൂടെയാണ് പിശാച് നമ്മളെ ആഗ്രഹിക്കുന്നത്. ഒരു ദൈവനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശയാകുന്ന ഇരുട്ടുകളുണ്ട്, അല്ലെങ്കിൽ അപകർഷബോധമാകുന്ന ഇരുട്ടുണ്ട്, കുറ്റബോധമാകുന്ന ഇരുട്ടുണ്ട്, വേദനയാകുന്ന ഇരുട്ടുണ്ട്, മറ്റുള്ള വ്യക്തികളുമായി ഒറ്റപ്പെടുത്തുന്ന ഇരുട്ടുകളുണ്ട്. പക്ഷേ ഈ ഇരുട്ട് നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരുപക്ഷെ നിങ്ങൾ ഇരുട്ടിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്നത്. ആ ഇരുട്ടിലായിരുന്നാലും നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതാരാണെന്ന് വേറെ ആരുമല്ല, കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങളെ നിരാശയാകുന്ന ഇരുട്ട് നിങ്ങളെ പിടിച്ചു കാണും. വേദനയാകുന്ന ഇരുട്ടുകളുണ്ട്, രോഗമാകുന്ന ഇരുട്ടുകളുണ്ട്, മനുഷ്യനാൽ പോലും ഒറ്റപ്പെടുത്തുന്ന ഇരുട്ടുകൾ ഒരുപക്ഷെ കടന്നു വന്നേക്കാം. ഈ ഇരുട്ടിനെല്ലാം മാറ്റുന്നത്, അവിടെ വെളിച്ചം തരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവാണ്. നീതിസൂര്യനായ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇരുട്ടുകളെല്ലാം മാറുവാൻ ആഗ്രഹിക്കും. പിശാച് ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്നത് ഇരുട്ടിലൂടെ നയിച്ച് നമ്മളെ എങ്ങനെയും പാപ വഴിയിലേക്ക്, പാപ സ്വഭാവം ചെയ്ത് നമ്മളെങ്ങനെയും തകർത്ത് ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ തകർക്കാനാണ് പിശാച് ആഗ്രഹിപ്പാനിടയായിത്തീരുന്നത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതാണ്, അവൻ നമ്മളെ നിത്യതയിൽ എത്തിക്കാൻ വേണ്ടിയാണ്. വളരെ വ്യക്തമായി പ്രവാചന പുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 60-ാം അധ്യായത്തിന് 1 പറയുന്നതാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്. ഏതാണ് പ്രകാശം? നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന അതിനവിടെ പരിഹാരം ദൈവമാണ് ഒരുക്കുന്നത്. ഇരുട്ടിലൂടെ നിങ്ങൾ ഒരുപക്ഷെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുഴിയുണ്ട്, അല്ലെങ്കിൽ മറ്റ് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും വസ്തുവുണ്ട്. പക്ഷേ വെളിച്ചമില്ലെങ്കിൽ നിങ്ങൾ അവിടെ തട്ടി അവിടെ വീഴുവാൻ ഇടയായിത്തീരും. വെളിച്ചമുണ്ടെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന വസ്തുവിനെ കാണുവാൻ ഇടയായിത്തീരും. ആ വസ്തുവിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വെളിച്ചം വെച്ച് നമുക്ക് പോകാൻ പറ്റും. അതാണ് നിന്റെ വചനം എൻ്റെ കാലിന് ദൈവവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. ദൈവവചനം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ പ്രകാശിപ്പിക്കുന്ന വചനമാണ്. അത് നമുക്ക് വെളിച്ചം തരുന്നതാണ്. അവിടെ എന്താണ്, ഒരു വെളിച്ച അവസ്ഥയിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുന്ന ദൈവമാണ്. അതാണ് പ്രവാചകൻ വളരെ വ്യക്തമായി പറയുന്നതാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സിൻ്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്. അന്ധകാരങ്ങൾ മാറുന്നു, ഇരുളുകൾ മാറുന്നു, കൂരിട്ടായിരിക്കുന്ന വിഷയത്തിന് നടുവിൽ പോലും ദൈവം അവിടെ പരിഹരിപ്പാൻ ഇടയായിത്തീരും. നിങ്ങളുടെ ഏതൊരു വിഷയത്തിനും പരിഹാരം തരുന്നത് മനുഷ്യനല്ല, സ്നേഹിതന്മാരല്ല, ചാർച്ചക്കാരല്ല. അവരെല്ലാം കൈയൊഴിഞ്ഞു പോകും. ഒരുപക്ഷെ അവരൊക്കെ കേൾക്കുമായിരിക്കാം. നിങ്ങളൊരു വേദനയോടൊരു വ്യക്തിയെ എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ വേദനകൾ ആ വ്യക്തിയോട് പറയാൻ നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, കേൾക്കുമായിരിക്കാം. പക്ഷേ അതിന് തക്കതായ ശാശ്വതമായൊരു പരിഹാരം ആർക്കും തരാൻ പറ്റത്തില്ല. തരുന്നത് ദൈവമാണ്, കർത്താവാണ്. പ്രിയരെ, ഇതിനെല്ലാം പരിഹാരം ഒരുക്കുവാൻ ഇടയായിത്തീരുന്നത്. അതാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? കർത്താവിൻ്റെ പ്രകാശമാണ്. ദൈവത്തിൻ്റെ പ്രകാശം എൻ്റെ ഉള്ളിലേക്ക് വരുവാൻ ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ പ്രകാശം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ അവസ്ഥയ്ക്ക് അവിടെ പരിഹാരം വരികയാണ്. ഇരുട്ട് മാറിയാണ്, അന്ധകാരങ്ങൾ മാറിയാണ്, കൂരിട്ടായിരിക്കുന്ന അവസ്ഥ പോലും അവിടെ മാറുവാൻ ഇടയായിത്തീരും. കർത്താവ് ഗദരദേശത്തെ കടന്നു പോകുമ്പോൾ 6000 ഭൂതം ബാധിച്ച ഒരു മനുഷ്യനാണ്. വളരെ വേദനയോടെ, വളരെ വിഷമത്തോടെ, വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ആ മനുഷ്യൻ അവിടെ കഴിയുന്നത്. ചങ്ങല കൊണ്ട് പോലും ആ മനുഷ്യനെ ഒതുക്കാൻ പറ്റുന്നില്ല. ബന്ധിച്ചാൽ പോലും അത് ഉരുമി ഒടിച്ച് തൻ്റെ ശരീരത്തെ പോലും ദണ്ണിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അനേകരെന്നാണ് അവിടെ പറയുവാനിടെ. ഒരു കൂട്ടമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് പറയുന്നത്, ഇലേക്കും ഒരു വ്യക്തിയല്ല. അപ്പോൾ 6000 ഭൂതം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുകയാണ്. സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. ഞാൻ വസ്ത്രം പോലും ധരിക്കാൻ പോലും ആ മനുഷ്യന് എന്താണ്, ബോധമില്ല.
എന്തിനാ ഞാൻ ജീവിക്കുന്നതെന്ന് പോലുള്ള ഒരു ചിന്തയാണ്. ആർക്കാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്, ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. ഞാൻ അതുപോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യമാണ്. പക്ഷെ ആ ദേശത്താണ് കർത്താവും ശിഷ്യന്മാരും അവിടെ കടന്നു വരുന്നത്. ഗദരദേശത്തെ കടന്നു വരികയാണ്. കർത്താവിനെ ആദ്യം എതിരേറ്റത് ആരാണ്? ഈ ഭൂതം ബാധിച്ച മനുഷ്യനാണ്. അവന് ഓടി വരികയാണ്, നിലവിളിച്ചുകൊണ്ട് വരികയാണ്. പക്ഷെ ദൈവം അവിടെ മാതൃക വെച്ചിരിക്കുകയാണ്. ഭൂതത്തിന്റെ പ്രാർത്ഥന പോലും കർത്താവ് അവിടെ കേൾക്കുവാനിടയായി. അവൻ പറഞ്ഞെന്താണ്? എന്നെ ദണ്ഡിപ്പിക്കരുത്, ഈ പന്നിയുടെ മേൽ എന്നെ വിടണം. നിങ്ങൾ അവന്റെ മേൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവിനെ അങ്ങോട്ട് വിടണമെന്ന് ആ മനുഷ്യൻ പറയുകയാണ്. മലകളിലും കല്ലറകളിലുമാണ് ആ മനുഷ്യന്റെ താമസം. കല്ലുകൊണ്ട് പോലും ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആ ദേശത്ത് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാസങ്ങളായി, ദിവസങ്ങളായി, വർഷങ്ങളായി ഒരു മനുഷ്യൻ വിടുതലില്ലാതെ മലകളിലും കല്ലറകളിലും ഗുഹകളിലുമാണ് അവിടെ താമസിക്കുന്നത്. ആ മനുഷ്യന്റെ ഒരു വിടുതലിന് വേണ്ടിയായിരിക്കും ദൈവം ഒരുപക്ഷെ അവിടെ കടന്നു വരുന്നത്. വേറൊരു സ്ഥലത്ത് കർത്താവ് പ്രവർത്തനം കഴിഞ്ഞ്, മിനിസ്ട്രി കഴിഞ്ഞ് വരികയാണ്. അവിടെ ഒരുപക്ഷെ ജനമില്ല, അവിടെ വേറെ ആരുമില്ല, ഭവനമില്ല, അല്ലെങ്കിൽ വേറെ വീടുകളില്ല, ഒരു മനുഷ്യൻ പോലുമില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്തിനാ ഈ ദേശത്ത് കടന്നു വന്നേ? ഒരു പ്രയോജനമില്ലല്ലോ, ആരുമില്ലല്ലോ, ചുമ്മാ എന്തിനാ വന്നേന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം. പക്ഷെ അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഒരു വിടുതലിന് വേണ്ടിയാണ് ദൈവം അവിടെ കടന്നു വരുവാൻ ഇടയായിത്തീരുന്നത്. നാളുകളായി, മാസങ്ങളായി വേദനയോടെ തകർന്നിരിക്കുന്ന ആ വ്യക്തിയുടെ ഭവനം ഒരുപക്ഷെ തകർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ദൈവത്തിനറിയാം. ഇതേപോലൊരു വേദന നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കാണത്തില്ല പ്രിയരെ. പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളിരുന്ന് കരയുക. ദൈവമേ, എനിക്കൊരു മറുപടി തരണമേ, എനിക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം തരണമേ. എത്രയോ പേര് കിടന്ന് നിലവിളിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിന് പരിഹാരം തരുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് പ്രിയരെ? കർത്താവാണ്, ദൈവമാണ് പരിഹാരം തരുന്നത്. ദൈവമാണ് നമ്മളെ വിടുവിപ്പാൻ അവിടെ കടന്നു വരുന്നത്. കർത്താവാണ് നമ്മളെ രക്ഷിപ്പാൻ കടന്നു വരുന്നത്. അവനാണ് നമ്മളെ വിടുവിക്കുന്ന ദൈവം. അവനാണ് നമ്മളെ രക്ഷിപ്പാൻ ഇടയായ ദൈവം. അതാണ് പറഞ്ഞതാണ്, എന്നെ ദണ്ഡിപ്പിക്കരുത്, എന്നെ 2000 പന്നി മേയ്ക്കുന്ന അങ്ങോട്ട് കടന്നു വരണം. പക്ഷേ അവന്റെ മേൽ വ്യാപിച്ചിരുന്ന അശുദ്ധാത്മാവിനെ കർത്താവ് പുറത്താക്കിയപ്പോൾ, അതിനെ ശാസിച്ചപ്പോൾ അവൻ സുബോധം പൂണ്ട് പറഞ്ഞെന്താണ്? ഞാൻ നിന്നെ അനുഗമിക്കട്ടെ, ഞാൻ നിന്റെ പിന്നാലെ വരട്ടെ, നിന്റെ കൂടെ വരട്ടെ, നിന്റെ കൂടെ പ്രവർത്തനത്തിനായി വരട്ടെ എന്ന് ആ മനുഷ്യന്റെ ഉള്ളിൽ ആഗ്രഹമാണ്. വിടുതൽ കിട്ടിയപ്പോൾ, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വളരെ സന്തോഷമാണ്. നമുക്കൊരു നന്മ കിട്ടുമ്പോൾ ദുഃഖമാണ് വരുന്നത്. ഒരു ഉയർച്ച വരുമ്പോൾ നമുക്ക് വിഷമമല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ പോലും നമുക്കറിയാൻ പറ്റാത്ത ഒരു പ്രത്യേകമായൊരു സന്തോഷമാണ്. ഒരു ഉയർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നന്മ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് വേദനയല്ല, ഒരു ദുഃഖമല്ല അവിടെ കാണുന്നത്, ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആനന്ദമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു കാര്യമാണ് ഈ മനുഷ്യനും അവിടെ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞെന്താണ്? ഞാൻ നിന്നെ അനുഗമിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഫോളോ ചെയ്യട്ടെന്നാണ് ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ അവിടെ പറഞ്ഞത്. കർത്താവ് പറഞ്ഞെന്താണ്? ആദ്യം നിന്റെ വീട്ടിൽ പോയി നിന്റെ സാക്ഷ്യം അവിടെ പറയുക എന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ അവനെന്താണ്? കർത്താവിന് ഉയർത്തുവാനിടയായി, ദൈവത്തിന്റെ വചനത്തെ ഉയർത്തുവാനിടയായി. നിന്റെ വചനം എൻ്റെ കാലിന് ദീപമായി മാറുമ്പോൾ എനിക്കത് പ്രകാശം തരുന്നത് ആരാണ്? ദൈവത്തിന്റെ വചനമാണ്. ഒരുപക്ഷെ ഇരുട്ടിലും ദുഃഖത്തിലും വേദനയിലും തകർച്ചയിലും പരാജയത്തിലും എന്ന് വേണ്ട പല രീതിയിലിരുന്ന അവസ്ഥയുടെ നടുവിൽ ദൈവം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇടപെട്ടപ്പോൾ അത് വിജയത്തിലേക്ക് നയിപ്പാനിടയായി. അവൻ പറഞ്ഞെന്താണ്? ഞാൻ നിന്നെ അനുഗമിക്കട്ടെ. പക്ഷെ കർത്താവ് പറഞ്ഞെന്താണ്? എന്നെ അനുഗമിക്കുന്ന സ്ഥാനത്ത് നിന്റെ വീട്ടിൽ ചെന്ന് പറയുക. ഒരുപക്ഷെ അപ്പൻ വേദനയോടിരിക്കുമായിരിക്കാം, അമ്മ വേദനയോടിരിക്കുമായിരിക്കാം, മക്കൾ വേദനയോടിരിക്കുമായിരിക്കാം. പക്ഷെ അവൻ തെക്കപ്പൊലി നാടെല്ലാം ഘോഷിച്ചെന്ന് പറയാനിടയായി. കർത്താവിനെ അവിടെ ഉയർത്തുവാനിടയായി. ദൈവത്തെ ഉയർത്താൻ പറ്റുമോ പ്രിയരെ? നമുക്ക് ഭാഗ്യമാണ്. ദൈവത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യമാണ്. സമ്പത്ത് നഷ്ടമായി പോകും, സൗന്ദര്യം നഷ്ടമായി പോകും, നമുക്കുള്ളതെല്ലാം നഷ്ടമായി പോകും. പക്ഷെ ദൈവവചനം നീ കളഞ്ഞാൽ ഏറ്റവും നഷ്ടമായി പോകുന്നതിനേക്കാളും വലിയൊരു പരാജയമാണ് നിന്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുന്നു.